ഹായ്, ട്രെൻഡി ത്രെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് വർദ്ധമാൻ, റീവ, അതുപോലെ അജ്രക്ക് ബ്രാൻഡുകളിൽ വരുന്ന കുറച്ച് നൈറ്റ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം തന്നെ കാണുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസാണ് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് ഫ്രോക്ക് നൈറ്റിയും അതുപോലെ കുർത്തീസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അജ്രക്കിൻ്റെ തന്നെ കുറച്ച് അധികം കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് പോസ്റ്റിലാണ്. ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ മെസ്സേജ് അയക്കുന്നതോടൊപ്പം തന്നെ കൺഫേം ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് നിങ്ങളുടെ അഡ്രസ്സും സെൻഡ് ചെയ്ത് തരണം കേട്ടോ. പിന്നീട് അഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരരുത്. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക, അതുപോലെ അഡ്രസ്സും സെൻഡ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. പെട്ടെന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയുന്നതും വേഗം തന്നെ റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇത് ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പം ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടും. 4 ദിവസത്തിനുള്ളിൽ എന്തായാലും മെറ്റീരിയൽ നിങ്ങളുടെ കൈകളിലെത്തും കേട്ടോ. അപ്പം ഇപ്പോൾ കാണിക്കുന്നത് റീവ ബ്രാൻഡിൽ വരുന്ന മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയലാണ്. മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നത് ഒരു 4 ഷെയ്ഡ്സേ ഉള്ളൂ. എനിക്ക് അത്രയും ഓർമ്മയില്ല. എന്തായാലും ഒരു 4 ഷെയ്ഡ്സാണ് തോന്നുന്നു ഇതുപോലെ മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നത്. അപ്പം എല്ലാവരും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു നമ്മൾ എവിടെ നിന്നാണ് മെറ്റീരിയൽസ് എടുക്കുന്നത് എന്നൊക്കെ. അങ്ങനെ കുറേ ഡൗട്ട്സൊക്കെ നമ്മുടെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ നമ്പറിൽ വിളിച്ചൊക്കെയാണ് എല്ലാവരും നന്നായിട്ട് കോൾ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മെറ്റീരിയലിൻ്റെ എവിടെ നിന്നാണ്, എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്, എവിടെ നിന്ന് എടുക്കുന്നത്, എത്ര രൂപയാവുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്നത് എപ്പോഴും എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ എറണാകുളത്ത് നിന്ന് എടുക്കാറുണ്ട് കേട്ടോ. എറണാകുളത്ത് നിന്ന് മുംബൈ പ്രിൻറ്റിൽ നിന്നാണ് ഞാൻ മെറ്റീരിയൽ എടുക്കാറ്. അപ്പം എപ്പോഴും അല്ല, ഞാൻ കോഴിക്കോട് പോകുന്ന സമയത്ത് കോഴിക്കോട്ട് നിന്ന് എടുക്കാറുണ്ട്. എനിക്ക് കുറച്ചുകൂടി എളുപ്പം വരുന്നത് കോഴിക്കോട്ട് നിന്ന് വാങ്ങിക്കാനായിട്ടാണ്. പക്ഷേ എറണാകുളത്തേക്കാണ് എനിക്ക് എപ്പോഴും യാത്ര പോകേണ്ടതായിട്ട് വരാറ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വരാറുണ്ട് കേട്ടോ. കോഴിക്കോട് നിന്ന് നമ്മുടെ അടുത്ത് മെറ്റീരിയൽ തീരാറാകുമ്പോൾ ഞാൻ കോഴിക്കോട് പോയിട്ട് പർച്ചേസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ട്രെയിനിലൊക്കെ പോയിട്ട് വരാൻ യാത്രാ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ നമുക്കതിലൊരു ലാഭം വേണം എന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കാറിൽ പോവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കത് വൻ നഷ്ടത്തിലായിരിക്കും. അപ്പം കുറച്ച് ലാഭമല്ലേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് അധിക ലാഭം നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അപ്പോൾ മെറ്റീരിയലായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭം നമ്മൾ പ്രതീക്ഷിക്കരുത്. പിന്നെ ഒരുപാട് ബൾക്കായിട്ട് പോകുമ്പോഴാണ് നമുക്കതിൽ നിന്ന് വരുമാനം കൂടുതൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനത് ട്രെയിനിലൊക്കെ പോയിട്ടാണ് വാങ്ങിക്കുന്നത്. ബസ്സിന് പോയാൽ പോലും ചിലപ്പോൾ നമുക്ക് യാത്രാ ചിലവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ട്രെയിനിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുമ്പോൾ എളുപ്പം നമുക്ക് എടുത്തു വയ്ക്കാനും ഒക്കെ ആയിട്ട് എളുപ്പമുള്ളത് ട്രെയിനിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് അവിടെ നിന്ന് പോയി എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് കോഴിക്കോട് ആളുള്ളത് കൊണ്ട് ഞാൻ അവിടെ പോയിട്ടാണ് അവരുടെ കൂടെ പോയിട്ട് ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ മുംബൈ പ്രിൻറ്റിൽ ഞാൻ പോയിട്ട് എടുക്കാറുണ്ട്. അപ്പം കോഴിക്കോടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുംബൈ പ്രിൻറ്റിൽ കുറച്ചുകൂടി റേറ്റ് കുറവാണ്. നമുക്കങ്ങനെ റേറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് റേറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം പറയാം, നമ്മൾ എത്രയും കൂടുതൽ മെറ്റീരിയൽ എടുക്കുന്നോ അത്രയും തന്നെ നമുക്ക് കുറച്ച് അവർ തരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അത്രയും തന്നെ എന്നല്ല, നമുക്ക് കൂടുതൽ മെറ്റീരിയൽ എടുക്കുന്നതിനനുസരിച്ചിട്ട് അവർ റേറ്റിൽ വ്യത്യാസം വരുത്തും.
അപ്പം ഒരുപാട് വ്യത്യാസമൊന്നുമല്ല കേട്ടോ. ചിലപ്പോൾ 2-3 രൂപയോ എന്തായാലും 5 രൂപയിൽ താഴെയൊക്കെ അങ്ങനെ കുറയ്ക്കാൻ സാധ്യത കുറവാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് പൈസയ്ക്ക് കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് റേറ്റ് കുറവൊന്നും കിട്ടുന്നില്ല. അപ്പോൾ സെയിൽ കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ മെറ്റീരിയൽസിൻ്റെ എണ്ണം കൂട്ടാറ് കേട്ടോ.